ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പത്തരമാറ്റ്, അതായത് 20/11/24 പത്തരമാറ്റ് കഥ എന്താ വെച്ചാൽ, നമ്മളുടെ നയന സ്വാമിമാർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയി ഇടങ്കോലിടുകയാണ് ജലജിയും രോഹിണിയും കൂടെ. അപ്പോൾ രേവതിയും കൂടെ, അതായത് അനാമികയുടെ അമ്മ. അപ്പോൾ അവൾ പറയും, നിങ്ങൾ ഇവിടെ നിന്ന് പോവോ, ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ പറയും, നീ വിഷമിക്കേണ്ട രേവതി, അവളേക്ക് കിടത്തി ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിക്കോളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ സ്വാമിമാരെല്ലാവരും കൂടെ ഡാനി ഹോളിക്ക് വരുമ്പോൾ അമ്മയും മകളും ജാനകിയൊക്കെ കൂടെ അവിടെ നിൽക്കുന്നുണ്ടാവും. അവർ വന്ന് ഇരുന്ന് ഭക്ഷണം വിളമ്പുമ്പോൾ അദൃശ്യൻ്റെ അച്ഛൻ പറയും, ഇതൊക്കെ ഒന്നെടുത്ത് വിളമ്പിക്കൂടെ എന്നൊക്കെ പറയുമ്പോൾ, എന്നെ കൊണ്ടൊന്നും വയ്യ, അവിടെ വിളമ്പാനൊക്കെ വേറെ ആളുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അവൾ വന്നിട്ട് നയന വന്ന് എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പാണ്. പറയും, വേണ്ട ഇളേച്ച, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നല്ല അസലായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ അനിയുടെ അച്ഛനും പറയും, അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും രുചിയുണ്ട് എന്ന് പറയും. അപ്പോൾ അബി എടുത്ത വഴിക്ക് അറിയും, അച്ഛമ്മ കേൾക്കണ്ട എന്ന് പറയും. കേട്ടാലും കുഴപ്പമൊന്നുമില്ല, അമ്മേനെയാണ് അവൾക്ക് നയനയ്ക്ക് പിന്നെ മോൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല കേട്ടാലും എന്ന് പറയും. അപ്പോൾ അവളിങ്ങനെ ചിരിക്കും. അപ്പോൾ പറയും, വളരെ നല്ലതാണ്. അപ്പോഴേക്കും അതിനൊരു 100 കുറ്റം കൊണ്ട് വരികയാണ്. ആരുടെയൊക്കെ വയറ് ചീത്താവുകൊണ്ട് നോക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നതിനാണ് പറയേണ്ടതെന്ന് അവൾക്ക് മനസ്സിലായി. നയന ഭക്ഷണം ഉണ്ടാക്കുന്നതിനാണ്. അപ്പോൾ അനി എടുത്തൊഴിക്ക് പറയും, എല്ലാം നയനെടുത്ത് ചെയ്യുമ്പോഴാണ് അവസാനം ഒരു 100 കുറ്റം ഉണ്ടാവും നയനെടുത്തിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ പറയും, ഞങ്ങളുടെ എല്ലാവരുടെയും വയറ് നാശാക്കിയതാണെന്ന് പറയും. അപ്പോൾ പറയും, നയന പറയും, ഞാൻ ആരുടെയും വയറൊന്നും നാശാക്കിയിട്ടില്ല. അയ്യപ്പന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അതേപോലെയാണ് ഞാൻ കരുതിയിട്ടുള്ളൂ, അല്ലാണ്ട് പിന്നെ വേറെ ഞാൻ ആരുടെയും വയറ് നാശാക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവളിങ്ങനെ പറയും. അപ്പോൾ അവർ മറ്റവർക്കൊക്കെ ഒരുതരം പുച്ഛഭാവമാണ്. അതിൽ അവസാനം പറയും, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ജാനകി പറയും, എന്നാൽ ഞാൻ വിളമ്പി തരാമെന്ന് പറയും. വേണ്ട, ഞങ്ങൾ വിളമ്പിയെടുത്ത് കഴിച്ചോളാം എന്ന് പറയും അനിയുടെ അച്ഛൻ. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് നയന അങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണാം ദേവയാനി സാരിയൊക്കെ തണ്ടയിലിട്ടിട്ട് ഇങ്ങനെ കയറി വരുന്നു. നിൽക്കടി എന്ന് പറയും. അപ്പോൾ നീ വേണമെങ്കിൽ 41 ദിവസത്തെ വ്രതം കഴിയുന്നവരെ ഇവിടെ നിൽക്കണമെന്നൊന്നുമില്ല, നീ വേണമെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ, അവിടെ പോയി നിന്നുള്ളൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ പറയും, പോകണമെന്നില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും മലയ്ക്ക് മാലിടണം, ഞങ്ങൾക്ക് അങ്ങോട്ട് അറിയാം എങ്ങനെയാണ് അതിൻ്റെ രീതികൾ എന്നൊക്കെ എനിക്കൊക്കെ അറിയാം എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ തർക്കം. അപ്പോൾ അവൾ ഒന്നും മിണ്ടില്ല, കാരണം അവളെ എത്രത്തോളം മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തി കെട്ടാൻ പറ്റുമോ അത്രയും നാണം കെടുത്തും. അപ്പോൾ പറയാ, 41 ദിവസത്തെ വ്രതം കഴിയട്ടെ, അത് കഴിഞ്ഞാൽ അടുത്തും വ്രതങ്ങളോ ഉണ്ടല്ലോ വരണോ എന്നിങ്ങനെ പറയും. അപ്പോൾ നയനയ്ക്ക് അതിൻ്റെ കാര്യം മനസ്സിലായി, ഇവരൊരിക്കലും അവർ തമ്മിൽ സ്നേഹത്തോടു കൂടി പോകാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ മനസ്സിലാവും. അപ്പോൾ പറയും, നിങ്ങൾ എന്നെ ഇതാക്കിയാൽ ആദർശേട്ടനെ എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുക. നീ എല്ലാം കൂടെ അടക്കി പിടിച്ച് വയ്ക്കാൻ നീ നോക്കുകയൊന്നും വേണ്ട, ഇപ്പടിയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കുറേ ഇങ്ങനെ മാനസികമായിട്ടും ഒരു ഇതാക്കി കളയും. അത് കഴിഞ്ഞാൽ നയന അങ്ങനെ വിഷമത്തോടു കൂടി റൂമിലേക്ക് ചെല്ലുമ്പോൾ നവ്യ കാണും. അപ്പോൾ എന്ത് പറ്റി മോളെ വയ്ക്കും. അല്ല ഇനിയും എന്താ പറയുക, നോമ്പുകൾ വരുന്നുണ്ടല്ലോ, വ്രതങ്ങൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഒരിക്കലും അവർ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുന്നു തോന്നണില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നവ്യ പറയാണ്, പിന്നെ നീ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കിട്ടുകൊണ്ട് നിൽക്കണം അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ കാണാം നമ്മളുടെ ഇത് ഒളിച്ചു നിന്ന് നോക്കും ദേവയാനി. അതിൽ പറയും, അവർക്കൊന്നും അവരിപ്പോൾ ചെയ്യുന്ന തെറ്റിന് അവർ മനഃപൂർവ്വമാണ് ഇത് ചെയ്യിച്ചത് വെച്ചാലും ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, കാരണം അവർക്കൊരു ദോഷം വരരുതെന്ന് പ്രാർത്ഥിക്കേണ്ട, നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതല്ല, എന്നെ പോലെ തന്നെ ആദർശേട്ടൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്, അപ്പോൾ അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ അവൾക്ക് നവ്യയ്ക്ക് ഭയങ്കര വിഷമവും. അങ്ങനെ ഇതും കഴിഞ്ഞ് പോയി. അപ്പോൾ കാരണം ദേവയാനി നവ്യ പറഞ്ഞിട്ട് കേട്ടുകൊണ്ട് നിൽക്കുക. നവ്യ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുക, നീ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല, പോയി പണി നോക്കാൻ പറയും. ഇതൊക്കെ തന്നെ നവ്യ എന്തായാലും ഇവൾക്ക് എനർജി കൊടുക്കാൻ നോക്കുള്ളൂ. ഇവളിങ്ങനെ അയ്യോ പാമയെന്നും പറഞ്ഞ എല്ലാവരെയും താങ്ങിയും കൂടെ നടക്കുന്ന ഒരു സ്വഭാവമല്ലേ നയനയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പോവുകയാണ്. അതിന് അവിടുന്ന് പിന്നെ അബി ഇങ്ങനെ ദുഃഖപരവശനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എന്താടാ 41 ദിവസത്തെ വ്രതമൊക്കെ എടുക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ, നീയും പെട്ടുമല്ലേ അതിലെന്ന് വെച്ചിട്ട് ജലജ അങ്ങോട്ട് വരുമ്പോൾ പറയും, ഇത് വലിയ ചതിയായി പോയി, അവരോടുള്ള ദേഷ്യം തന്നെ എല്ലാവരോടും കൂടെ തീർത്തത്, ഇത് വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ പറയും, എന്ത് ബുദ്ധിമുട്ട്, നീ നന്നാവാൻ വേണ്ടിയിട്ടാണ്, നീയും കൂടെ നന്നാവ്, സാധാരണ ഞാനൊരാഴ്ച എടുത്തിട്ട് പിറ്റേ ദിവസം മലയ്ക്ക് പോണതാ, ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല അവിടെ, ഞാനങ്ങനെ പോകുന്നൊക്കെ പറയും, നീ ഒന്ന് നേരാവാൻ വേണ്ടി
നോക്ക് അബി, ഇങ്ങനെ എല്ലാവരും പിന്നെ ഇവിടെ കഠിനവ്രതമാണ് എടുക്കണത്, അപ്പോൾ നീ മാത്രം എന്താ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നന്നായിരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവ്, അവളൊന്നും നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പറയും അമ്മേ എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മേ, അവളൊന്ന് പോകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമ്മേ എന്നൊക്കെ പറയും. ഞാനെന്ത് ചെയ്യാനാ, ഇനിയിപ്പോൾ ഞാനും കൂടെ വ്രതം എടുക്കാം, അല്ലാണ്ടപ്പോൾ നിവർത്തിയൊന്നുമില്ലല്ലോ ഇപ്പോൾ എന്നറിയാം. അപ്പോൾ അവളെൻ്റെ ഇത് നീ വ്രതം എടുക്കുക, അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തെങ്കിലും കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ പറയും അവളൊന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കിട്ടാൻ ഞാൻ 41 ദിവസമല്ല 400 ചില്ലാരും ദിവസങ്ങളിൽ വേണമെങ്കിൽ ഞാൻ വ്രതം എടുക്കാം, ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ഇന്ന് ഞാൻ മാലട്ടപ്പോഴും കൂടി ഞാൻ അതാണ് പ്രാർത്ഥിച്ചത് എന്നറിയാം. അപ്പോൾ പിന്നെ അവളുടെ ചേച്ചിയുണ്ട്, അനിയത്തി ഉണ്ടല്ലോ, എല്ലാ ദൈവങ്ങളെയും കൂട്ടുപിടിച്ച് നടക്കുന്നവൾ, അവളെന്താ പ്രാർത്ഥിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് അറിയില്ലല്ലോ. നീയും ഞാൻ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൾ ചിലപ്പോൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനാവും പ്രാർത്ഥിക്കുക. അങ്ങനെ അമ്മയും മകനും കൂടെയുള്ള പൊരിഞ്ഞ സംഭാഷണമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നവ്യ ഈ പറഞ്ഞ പോലെ ഒന്ന് ജീവിതത്തിൽ നിന്ന് പോയി കിട്ടട്ടെ എന്നും പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നവ്യ നേരെ വിപരീതം, അവർ സ്നേഹിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ നിന്ന് പോവാം എന്നുള്ളതിൽ തന്നെയാണ് അവളും. അങ്ങനെ അമ്മയും മകനും കൂടിയും പറയും, നീ എന്തായാലും ഒന്ന് നേരാവണ്ണം വ്രതമൊക്കെ എടുക്കുക, വ്രതം തെറ്റിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. ഇല്ല അപ്പോൾ ഇല്ല ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ദേവയാനി കിടക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ജയൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വാമീശ്വരനൊക്കെ വിളിച്ചിട്ടാണ് കിടക്കാൻ നിൽക്കുന്നത്. അപ്പോഴേക്കും പിന്നെ എന്താണ് ഇങ്ങനെ പറയുക, നമ്മുടെ മോന് വയ്യാത്തതാണ്, അവനല്ലെങ്കിൽ ശ്വാസം മുട്ടലുള്ളത്, അവന് ശ്വാസം മുട്ടലൊക്കെ മാറിയില്ലേ ഇപ്പോൾ. അതായത് അപ്പോഴും നയനയാണ് അവിടെ സംഭാഷണത്തിൽ വരുന്നത് കേട്ടോ. നയനേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അനാമികയാണ് എൻ്റെ മരുമകൾ എന്നൊക്കെ പറയാം. അപ്പോൾ പറയും, നീ ഇനിയെങ്കിലും നിനക്ക് ഇന്ന് തന്നെ വയ്യാണ്ടായതാണ്, അമ്പലത്തിൽ വെച്ചിട്ട് ക്ഷീണവും ഒക്കെ വന്നതാണ്, അത് നീ മറന്നു പോകരുത്. മക്കളോട് നീ ഇതാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ ഫലം നിനക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശയനപ്രദക്ഷിണം നടത്തിയത് പറയുമ്പോൾ, സത്യം പറഞ്ഞാൽ ജേട്ടൻ ശയനപ്രദക്ഷിണം നടത്തുന്നത് കണ്ടിട്ടാണ് എനിക്ക് തളർച്ച ഉണ്ടായതെന്ന് പറയും. അത് നിനക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്, നീ ദൈവങ്ങൾ നിന്നോട് കോപിക്കേണ്ടെന്ന് വിചാരിച്ച് ചെയ്തതാണ്, നീ എന്തായാലും ചെയ്തത് ശരിയായില്ല. അവൾ പായസം ഉണ്ടാക്കിയിട്ട് അവരുടെയൊക്കെ വയറ് നാശാക്കി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ജയൻ പറയും, ഒരിക്കലുമില്ല, നയനൊരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൾ വളരെ ഭക്തിയോടുകൂടി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണ കുട്ടിയാണ്, അവൾ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറയും. പിന്നെ എങ്ങനെ അവർക്കത് വന്നത് അത് അറിയില്ല, പക്ഷേ നമ്മളൊന്നും കുടിച്ച പായസത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ പിന്നെ ജയൻ പറയുക വാക്ക് തർക്കം ജയന്, നമ്മളെ മോനെ ഒന്ന് ആലോചിക്കണം കാര്യം, അവൻ ചെറുപ്പത്തിൽ അവനൊരു ശ്വാസം മുട്ടലുണ്ടായിരുന്നതാണ്, അവനിപ്പോൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം അവൻ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല, പിന്നെ അത് നീ ഓർക്കണം എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ നീ നോക്കുന്നേക്കാളും ഭംഗിയായിട്ടാണ് ഇപ്പോൾ നയൻ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, അങ്ങനെ ഒരു കുട്ടി തന്നെയല്ലേ അവന് വേണ്ടതും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അയാളും അവൾക്ക് വേണ്ടി ഒരുപാട് ബാധിക്കുകയാണ്, നയനയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ നയനേനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവിടുന്ന് അവസാനം പിന്നെ നയനയ്ക്ക് മാത്രമേ ഉള്ളൂ റൂമിൽ കിടക്കാൻ അവകാശമില്ല, അവർക്കൊക്കെ കിടക്കാം, ബെഡ് താഴെ കിടക്കുകയൊക്കെ ചെയ്യാം, നയനയ്ക്ക് മാത്രം കിടക്കാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് അവർ വാക്ക് തർക്കത്തിലായി, ഞാനൊന്നും പറയില്ല, ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ പോകും. അവിടുന്ന് പിന്നെ കാണിക്കുന്നത് എന്താണ്, ഇത് ആദർശ് റൂമിലേക്ക് ഇങ്ങനെ ആകെ വിഷാദത്തോടു കൂടി വരികയാണ്. റൂമിൽ വരുമ്പോൾ നയനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ നയന അപ്പുറത്തെ റൂമിൽ ബെഡൊക്കെ തട്ടിക്കൊട്ടി വിരിച്ച് ഇരിക്കുകയാണ്. അപ്പോഴേക്കും വിളിക്കും, അപ്പോൾ പറയാം, നീ കിടന്ന് നോക്കുമ്പോൾ ഇല്ലല്ലോ, ഞാൻ കിടക്കാത്തതുകൊണ്ടല്ലേ ഞാൻ ഫോൺ എടുത്തത് എന്നറിയാം. എന്ത് ചോദിക്കുമ്പോൾ നീ ഇങ്ങോട്ട് അവിടെ നിന്ന് താഴെ കിടക്കുക പറയുമ്പോൾ, അയ്യോ രാത്രിയിൽ എനിക്ക് ആ റൂമിൻ്റെ പരിസരത്ത് പോലും വരാനുള്ള അവകാശമല്ല ആദർശേട്ടൻ കിടന്നോ എന്ന് പറയും. അപ്പോൾ പിന്നെ ശ്വാസം മുട്ടൽ വരികയാണെങ്കിൽ ആ ഇൻഹേലർ അവിടെ ഇരിക്കണമെന്നൊക്കെ അറിയില്ല പറയുമ്പോൾ, ശ്വാസം മുട്ടലുണ്ട് പക്ഷേ അത് നീ എൻ്റെ അടുത്തില്ലാഞ്ഞിട്ടാണ് അറിയാം, അത് സാരമില്ല 41 ദിവസം കഴിയുമ്പോൾ അത് മാറില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ ഉള്ള സംഭാഷണം ആണ്, ആദർശം നയനയും കൊണ്ടുള്ള സംഭാഷണങ്ങളാണ്. വളരെ വിഷമത്തോട് കൂടിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. പോകുമ്പോൾ അവൾ പറയും, കിടന്നോളൂ നാളെ കാണാം എന്നൊക്കെ അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അനാമികയുടെ അമ്മയും നവ്യയുടെ കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാം എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, നവ്യ
നമ്മളോട് ഈ ചതി ചെയ്ത് അപ്പോൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ നവ്യ ഇവർക്കുണ്ടാക്കിയ പായസത്തിൽ പൊടി കലക്കി കൊടുത്ത പോലെയാണ് ഇപ്പോൾ അവരുടെ പറച്ചിൽ. അവർ വാങ്ങിക്കൊണ്ടുവന്ന് അവർ പൊടി കലക്കി അവർ തന്നെ കുടിച്ചു. എന്നിട്ട് ഇപ്പോൾ പറച്ചിൽ മുഴുവൻ ഇവൾ ചെയ്ത പോലെയാണ്. അല്ല, അവളുടെ ഒരു സ്വഭാവം നോക്കണം. അവളാണ് പായസം ഉണ്ടാക്കിയിട്ട് അതിൽ പൊടി കലക്കിയെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ട് പിന്നെ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞിട്ട് ഒരു മലക്കമറിച്ചിൽ എന്ന് പറയുക. അപ്പോൾ പറയുക എന്തായാലും നിൻ്റെ ഇവിടുത്തെ നിലനിൽപ്പ് പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ മുന്നേ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നമുക്ക് ഇല്ലാണ്ടാക്കണം, അവളെ ഒന്ന് വിഷം കുടിപ്പിക്കണം എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ജലജ നിന്ന് കേൾക്കണം. അപ്പോൾ ജലജയ്ക്ക് സന്തോഷമാവും. ഞാൻ മാത്രമല്ല ഇതിപ്പോൾ ചിന്തിക്കുന്നത്, ഇവരും ചിന്തിക്കുന്നുണ്ട്. ഇവർക്ക് ഇട്ടിട്ടൊരു പണിയോ ഇവർ തന്നെ നീ ചെയ്തോളൂ, അത് ചെയ്യാച്ച വേഗം ചെയ്തൂടെ എന്ന് പറയും. അപ്പോൾ ഇവർ അമ്മയും മകളോട് പൊരിഞ്ഞ ആശ്ചര്യം, എന്തായാലും നമുക്കത് ചെയ്യണം. കാരണം ആ കുട്ടിയുടെ അബി പോലും പറയുന്നുണ്ട് അവൻ്റെ എല്ലാ കുഞ്ഞാന്ന്. പിന്നെ എന്തിനാ അവളുടെ വീട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൾ ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതിലാണ് പറയുന്നത്. അത് ഇവരുടെ സംഭാഷണം കേട്ട് ജലജ പെട്ടെന്ന് ഇവളിങ്ങനെ അനാമിക തിരിയുമ്പോൾ ജലജയെ കാണും. അപ്പോൾ ജലജേനെ കാണുമ്പോൾ അവർ അതാ വരുന്നുണ്ട് എന്നറിയാം. അപ്പോൾ ചെല്ലുമ്പോൾ അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അറിയും നമ്മളുടെ അവൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് പായസത്തിൽ വിഷം കലക്കി ഇത് പൊടി കലക്കി, നാളെ ഇപ്പോൾ നമുക്ക് വിഷം കലക്കി തരും, ആരൊക്കെ മരിക്കും എന്നൊക്കെ അറിയില്ലല്ലോ, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, ഇതാണ് അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ പറയും എന്തായാലും മോളെ നിൻ്റെ അവിടുത്തെ നിലനിൽപ്പ് കഷ്ടത്തിലാവുകൊണ്ട് നീ തന്നെ എന്തെങ്കിലും ചെയ്തോ, അവിടെ ഇവിടെ ഇതാവാണ്ട ഒരു പറച്ചിലും പറഞ്ഞ് ജലജ അങ്ങോട്ട് പോവുകയാണ്. കാരണം നിങ്ങൾ കൊല്ലിയാച്ചാൽ കൊന്നോ എന്താ വെച്ചാൽ ആയിക്കോ എന്നുള്ളതിൽ ജലജ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ അമ്മായിയമ്മയും മരുമകളും കൂടി മുഖത്തോട് മുഖം നോക്കിക്കാം. അല്ല അമ്മായിയമ്മയല്ലേ സോറി, അനാമികയും അമ്മയും കൂടെ പിന്നെ ഇവരുടെ ഇതും കിട്ടിക്കഴിഞ്ഞു, സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്നുള്ളതിൽ അവർ രണ്ടാളും കൂടെ മുഖത്തോട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യയുടെ കുഞ്ഞിനെ തട്ടാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ. അതിനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കാണാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, താങ്ക് യു.